ഗോദ എന്ന് പറയുന്ന ഒരു ഗുസ്തി ബാക്ക് ബോൺ ആയിട്ട് പറഞ്ഞു പോകുന്ന എന്നാൽ കുറച്ചുകൂടെ ഹ്യൂമറിലൂടെ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ്. ഹ്യൂമർ ആണ് ഈ ഗോദയുടെ മെയിൻ എലമെൻറ്റ് എന്ന് പറയുന്നത്. ഹ്യൂമറിൽ കൂടെ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. പക്ഷേ ഗുസ്തി എന്ന് പറയുന്ന ഒരു സ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. സ്ത്രീ ശാക്തീകരണം അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു സബ്ജക്റ്റ് അല്ല. അങ്ങനെ ഒരു രീതിയിൽ ഞങ്ങൾ ഇൻറ്റൻറ്റ് ചെയ്തിട്ടുമില്ല. ഈ സിനിമയുടെ സബ്ജക്റ്റ് അങ്ങനെയാണ്. ലൈക്ക് ഒരു പെൺകുട്ടിക്കാണ് കഥയിലെ പ്രോമിനൻറ്റ് റോൾ എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മളൊരു വുമൺ എംപവർമെൻറ്റ് എന്നുള്ള രീതിയിലേക്കൊന്നും ഇതിനെ നമ്മൾ കൺസീവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊരു ഒരു ഒരു പെൺകുട്ടി, മെയിൽ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയിൽ ഒരു പെൺകുട്ടി ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, പെൺകുട്ടി അവിടെ ഹീറോയിസം കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ, അതാണ് നമ്മൾ ഈ സിനിമയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൽ പല ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ടൊവിനോയുടെയും രഞ്ജി സാറിൻ്റെയും ക്യാരക്ടേഴ്സ്. ഇവരെല്ലാവരും മൂന്നുപേരും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഈ സിനിമയിൽ. രഞ്ജി പണിക്കർ, ടൊവിനോ തോമസ്, വാമിക കബി, ഇവർ മൂന്നുപേരും ആണ് ഈ സിനിമേൻ്റെ മെയിൻ പ്രൊട്ടഗണിസ്റ്റുകൾ എന്ന് പറയുന്നത്. പിന്നെ അവരെ കൂടാതെ അജു വർഗീസ്, ധർമ്മജൻ, ബിജുക്കുട്ടൻ, ഹരീഷ് കണാരൻ, മാമുക്കോയ, മാല പാർവതി ചേച്ചി, പിന്നെ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളും, തമിഴിൽ നിന്ന് ബാലസരവൺ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ്, കുറച്ച് ഹിന്ദി ബോളിവുഡ് ആർട്ടിസ്റ്റുകളുണ്ട്, കുറച്ച് പഞ്ചാബി ഇൻഡസ്ട്രി ആർട്ടിസ്റ്റുകളുണ്ട്. അങ്ങനെ പല ഭാഷകളിൽ നിന്നുള്ള ഒരു കൂട്ടം ആർട്ടിസ്റ്റുകളും ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കുഞ്ഞിരാമായണം ചെയ്യുമ്പോൾ നമുക്കതൊരു ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. ഈ സിനിമ ഹിറ്റായാലും ഇല്ലെങ്കിലും നമുക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല ഇൻ ദ സെൻസ് ഇത് വലിയ ഭീകരമായ നഷ്ടമൊന്നുമില്ല. കുഞ്ഞിരാമായണം ഹിറ്റായി കഴിഞ്ഞപ്പോൾ സക്സസ്ഫുൾ, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, തിയേറ്ററിലൊക്കെ അത്യാവശ്യം ഓടി. അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുത്ത സിനിമ എന്ന് പറയുന്ന സംവിധായകനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആരെ സംബന്ധിച്ചിടത്തോളം ആയാലും, പ്രത്യേകിച്ച് ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അയാളെ ഏറ്റവും കൂടുതൽ ജഡ്ജ് ചെയ്യാൻ പോകുന്ന അയാളുടെ രണ്ടാമത്തെ സിനിമയായിരിക്കും. ആദ്യത്തെ സിനിമ ചിലപ്പോൾ ലക്കിന് സംഭവിച്ചാവാം. രണ്ടാമത്തെ സിനിമയാണ് ഇവൻ ശരിക്കും കഴിവുള്ള ആളാണോ അല്ലയോ എന്ന് ആൾക്കാർ നിശ്ചയിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി വളരെ വലുതായിരുന്നു. അതുമാത്രമല്ല, നമുക്ക് ഈ പറയുന്ന പോലെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സമൂഹം, ഒരു സിനിമയായിട്ട് ബന്ധമില്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ യാതൊരു ലിങ്കും ഇല്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ, അതിൽ നിന്ന് ഒരാൾ സിനിമയിലേക്ക് വരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രതീക്ഷ, ഒരു വലിയ ഭാരം, ആ റെസ്പോൺസിബിലിറ്റി വലിയ വലുതായിരുന്നു. അപ്പോൾ അതും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ്, അവരെ സംബന്ധിച്ചിടത്തോളം രണ്ടും മൂന്നും പടങ്ങൾ മാത്രം എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ട് ഈ സിനിമയിൽ. അപ്പോൾ അവരുടെയൊക്കെ കരിയറും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ സിനിമയിലാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തന്നെ ഒരു റിസർച്ച് ചെയ്തിട്ടും അല്ല, നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള എഫേർട്ടൊക്കെ ഇട്ടിട്ടാണ് ഈ സിനിമ നമ്മൾ കൺസീവ് ചെയ്തത്. ആക്ച്വലി ഇപ്പോൾ ഗുസ്തിയുടെ കാര്യത്തിലാണെങ്കിലും ബാക്കി പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ തന്നെ നമ്മൾ പല ഫ്രെയിമുകളും വരച്ച് സ്റ്റോറി ബോർഡ് ഉണ്ടാക്കി, കളർ പാലറ്റ് ഉണ്ടാക്കി, എല്ലാ സീനിലും ഇന്ന കളേഴ്സ് ഉപയോഗിക്കണം, ഏതൊക്കെ കളേഴ്സ് ഉപയോഗിക്കണം, ആ സീനിൻ്റെ മൂഡിനനുസരിച്ച്, സിറ്റുവേഷൻ അനുസരിച്ചുള്ള കളേഴ്സ്, ആർട്ടിസ്റ്റിൻ്റെ ഡ്രസ്സിൻ്റെ കളേഴ്സ്, ആർട്ട് പ്രോപ്പർട്ടീസിൻ്റെ കളേഴ്സ്, അങ്ങനെ എല്ലാം മാച്ചിങ്, നമുക്ക് ഈ പറയുന്ന പാലറ്റിനനുസരിച്ചുള്ള കളേഴ്സ് മാത്രം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രെയിമുകളിലെ മെറ്റഫോഴ്സ് യൂസ് ചെയ്യുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാക്സിമം പരമാവധി എത്രയും കൺവിൻസിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഗുസ്തി സീക്വൻസുകളെല്ലാം തന്നെ നമ്മൾ കാണിക്കുമ്പോൾ നമ്മളൊരു ഗുസ്തി വെറുതെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഒരിക്കലും തോന്നാൻ പാടില്ല നമ്മൾ കാണിക്കുന്ന ഗുസ്തി സീക്വൻസുകളിലൊന്നും തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുസ്തിയെക്കുറിച്ച് വലിയ രീതിയിലുള്ള റിസർച്ച് ചെയ്യേണ്ടി വരിക. ഗുസ്തി എങ്ങനെയായിരുന്നു, ഗുസ്തിയുടെ ചരിത്രം, ഗുസ്തി എങ്ങനെയായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്, ഗുസ്തിയുടെ ടെക്നിക്സ്, ഗുസ്തിയുടെ റൂൾസ്, ഗുസ്തിയുടെ എല്ലാ രീതിയിലുള്ള ഗുസ്തിയെക്കുറിച്ചുള്ള റിസർച്ച്. അപ്പോൾ ഈ ഏറ്റവും കൺവിൻസിങ് ആയിട്ട് ആൾക്കാരെ ഏറ്റവും കൂടുതൽ സിനിമയിൽ പിടിച്ചിരുത്തുന്ന രീതിയിൽ ഈ സിനിമയെ കാണിക്കണം എന്നുള്ളൊരാഗ്രഹം നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഏറ്റവും മാക്സിമം ആയിട്ടുള്ള എഫേർട്ട് എല്ലാ ടെക്നീഷ്യൻസിൻ്റെ ഭാഗത്തുനിന്ന് ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ്, കുഞ്ഞിരാമായണത്തിൽ നിന്ന് ഒരു പടി മുകളിൽ തന്നെയാണ് ഞങ്ങളെല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി എഫേർട്ട് ഇട്ടിട്ടുള്ളത്. ടൊവിനോ, രഞ്ജി പണിക്കർ, വാമിക, ഒരു 3 പേരും നമ്മൾ ഈ പറയുന്ന പോലെ ഗുസ്തി ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ക്യാരക്ടേഴ്സാണ് സിനിമയിൽ. അപ്പോൾ 3 പേരും ഒരാളെ പോലും നമുക്ക് ഒരിക്കലും ഒരു ചീറ്റിംഗ്, ഒരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നാൻ പാടില്ല. ഒരാൾ പോലും ഇയാൾക്ക് ഗുസ്തി അറിയില്ല, ഈ ക്യാരക്ടറിന് ഗുസ്തി അറിയില്ല. ഞങ്ങൾ ഏറ്റവും ആഗ്രഹിച്ചിരുന്നത് ഗുസ്തി അറിയുന്ന ഒരാൾ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്ന ഗുസ്തി കറക്റ്റാണ്, ഒരിക്കലും ഒരു തരത്തിലുള്ള ചീറ്റിങ്ങും ഈ സിനിമയിലില്ല എന്ന് പറയണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശരിക്കുമുള്ള ഗുസ്തിക്കാരുടെ അടുത്ത് തന്നെ ഈ 3 പേരെയും കോച്ചിങ്ങിന് വിട്ടിട്ടാണ് നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. വാമിക ഗബി പഞ്ചാബിലുള്ള ദ്രോണാചാര്യ അവാർഡ് നേടിയ ഒരു ഫയൽവാൻ്റെ കീഴിൽ 6 മാസത്തോളം ഗുസ്തി ട്രെയിൻ ചെയ്തു നായിക. ടൊവിനോ ഫോർട്ട് കൊച്ചിയിലെ മിന്നൽ ജോർജ് എന്ന് പറയുന്ന ഫയൽവാൻ്റെ കീഴിൽ 1 മാസത്തോളം ട്രെയിൻ ചെയ്തു. രഞ്ജി സാറ് അതുപോലെ തന്നെ മിന്നൽ ജോർജ് ഫയൽവാൻ്റെ കീഴിൽ ട്രെയിൻ ചെയ്തു. അപ്പോൾ ഈ പറയുന്ന പോലെ 3 ആർട്ടിസ്റ്റുകൾ റെസ്ലിംഗ് എന്ന് പറയുന്ന സ്പോർട്ട് അത്രമാത്രം ആവേശത്തോടെ എത്രയും കൺവിൻസിങ് ആകുന്ന രീതിയിൽ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി വർക്കൗട്ട് ചെയ്ത് അത്
അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. റെസ്ലിംഗ് മാത്രമല്ല, റെസ്ലിങ്ങിൻ്റെ കൂടെ ബോഡി ബിൽഡിങ്ങും ആവശ്യമുണ്ട്. നമുക്ക് പവർ വേണം, നമുക്ക് സ്റ്റാമിന ബിൽഡ് ചെയ്യണം. റെസ്ലിംഗ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് ആവശ്യമായിട്ടുള്ള ഒരു സ്പോർട്ടാണ്. നമ്മൾ ടി വി കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് ഫീൽ ചെയ്യില്ല, പക്ഷേ ഒരു 1-2 മിനിറ്റ് റെസ്ൽ ചെയ്യുന്നത് തന്നെ ഭയങ്കരമായിട്ടുള്ള എനർജി എഫേർട്ട് ഇടേണ്ട ഒരു സ്പോർട്ടാണ്. അതിനുവേണ്ടി നമ്മുടെ ജിമ്മും അതിനുവേണ്ടി ഗ്രൗണ്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് സ്റ്റാമിന ബിൽഡ് ചെയ്യുക, വെയ്റ്റ്സ് എടുക്കാൻ വേണ്ടി ഫിസിക് മസിൽസ് ബിൽഡ് ചെയ്യുക, അങ്ങനെ എല്ലാ രീതിയിലുള്ള എല്ലാ പേഴ്സ്പെക്റ്റീവിൽ നിന്നുള്ള ഒരു രീതിയിലുള്ളൊരു എഫേർട്ടായിരുന്നു 3 ആർട്ടിസ്റ്റുകളും സിനിമയ്ക്ക് വേണ്ടി ചെയ്തിരുന്നത്. ടൊവിനോ തെളിയിച്ച് പല സിനിമകളിലും നമ്മൾ ടൊവിനോ ഒരു നല്ല ആക്ഷൻ റോളുകൾ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ടൊവിനോ തെളിയിച്ചു. വില്ലൻ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തു പല സിനിമകളിലായിട്ട്. ഒരു റൊമാൻറ്റിക് ഹീറോ എന്നുള്ളൊരു ഇമേജും ടൊവിനോയിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. പക്ഷേ ടൊവിനോയിലൊരു ഹ്യൂമർ ക്യാരക്ടർ നമ്മൾ ഇതുവരെ അധികം വലിയ രീതിയിൽ കണ്ടിട്ടില്ല. യൂട്യൂബ് റിട്ടേഴ്സിൽ അതിൻ്റെ ചെറിയ എലമെൻറ്റ്സ് ഉണ്ടെങ്കിലും ഹ്യൂമർ എന്ന് പറയുന്ന ഒരു ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ ടൊവിനോ എന്ന് പറയുന്ന നടലിന് ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഗോദയിലെ ക്യാരക്ടർ ഒരു ഹ്യൂമർ ബേസ്ഡ് ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. ഹ്യൂമർ തന്നെ നന്നായിട്ട് കൈകാര്യം ചെയ്യേണ്ട, അത് സട്ടിലായിട്ടുള്ള ഹ്യൂമർ അല്ല, വളരെ ലൗഡായിട്ടുള്ള ഹ്യൂമർ തന്നെ. പലപ്പോഴും ഓടിയും ചാടിയും മേലനങ്ങിയിട്ടുള്ള ഹ്യൂമറൊക്കെയാണ് ടൊവിനോയ്ക്ക് സിനിമയിലും പലപ്പോഴും ചെയ്തിട്ടുള്ളത്. ആ ഹ്യൂമർ അത്ര ലൗഡാവാതെ നമ്മൾ കാണിക്കുകയും വേണം. ഒരു ചളു എന്ന് പറയുന്നപ്പെടുന്ന ഒരു ലൈനിലേക്ക് ഇത് പോകാനും പാടില്ല. അത്ര ലൗഡാവാതെ ലൗഡാണെന്ന് ഫീൽ ചെയ്യാത്ത രീതിയിൽ ആൾക്കാരെ ചിരിപ്പിക്കുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ടൊവിനോ. പിന്നെ ഇതിൻ്റെ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് അജു ഏട്ടൻ, അജു വർഗീസ്, ധർമ്മജൻ, ബിജുക്കുട്ടൻ, ഹരീഷ് കണാരൻ എന്ന് പറയുന്ന വലിയൊരു കോമഡി ആർട്ടിസ്റ്റുകളുടെ ഇടയിലാണ്. അപ്പോൾ അവരുടെ ഇടയിലുള്ള ഒരാളാണ് ടൊവിനോ. അപ്പോൾ ഇവരുടെ ഇടയിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതും ടൊവിനോ വളരെ മനോഹരമായിട്ടത് വളരെ കൺവിൻസിങ് ആവുന്ന രീതിയിൽ തന്നെ അത് ഫുൾ ഓഫ് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ടൊവിനോ മനോഹരമായിട്ട് തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി ഈ ക്യാരക്ടർ ഫുൾ ഓഫ് ചെയ്തു. ടൊവിനോൻ്റെ മികച്ചൊരു ക്യാരക്ടർ തന്നെയായിരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. രഞ്ജിത്ത് സാറ് ഈ പറയുന്ന പോലെ നമുക്ക് ഇത്രയും കൺവിൻസിങ് ആയിട്ടുള്ള വേറൊരു ആർട്ടിസ്റ്റും ഈ ഒരു ഏജിൽ നമ്മുടെ നമുക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അത്രയും നല്ലൊരു ഫിസിക്, വേറെ മനോഹരമായിട്ടാണ് അദ്ദേഹം ആ ബോഡി ബിൽഡ് ചെയ്യുന്നത്. 30 വർഷമായിട്ട് ഫിസിക്കൽ ട്രെയിനിങ് ചെയ്യുന്ന ആളാണ്. പഴയ ഫിസിക്കൽ റെസ്ലിംഗ് അല്ല, വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യനാണ് രഞ്ജിത്ത് സാർ. അപ്പോൾ 30 വർഷമായിട്ട് വർക്കൗട്ട് മുടക്കാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ 56 വയസ്സുണ്ട് അദ്ദേഹത്തിന്. ഇപ്പോഴും ആ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മളെപ്പോലെ നാണം കെടുത്തുന്ന രീതിയിലുള്ള ഒരു ഫിസിക്കാണ് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തെ എത്ര കണ്ട് റെസ്പെക്റ്റ് ചെയ്താലും നമുക്ക് മതിയാവില്ല. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ അത്രയും കൺവിൻസിങ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ. അപ്പോൾ രഞ്ജിത്ത് സാർ ഈ സിനിമയ്ക്ക് വേണ്ടി 1 മാസത്തോളം അഡീഷണൽ ജിം ട്രെയിനിങ് ചെയ്തു. അപ്പോൾ നമുക്ക് സിനിമയുടെ ഷൂട്ടിംഗ് 4 മണിക്കും 5 മണിക്കും ഒക്കെ ഷൂട്ടിങ്ങിന് മുമ്പ് റൂമിലിരുന്ന് ഡമ്പലും ഒക്കെ ആയിട്ടാണ് സാറ് സെറ്റിലേക്ക് തന്നെ വന്നത്. ഡമ്പലൊക്കെ എടുത്ത് വെയിറ്റ് എടുത്ത് കഷ്ടപ്പെട്ട് തന്നെയാണ് സിനിമയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തതും സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തതും എഫേർട്ട് ഇട്ടതും. സാറും അത്രയും മനോഹരമായിട്ട് തന്നെ കൺവിൻസിങ് ആയിട്ട് തന്നെ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകരോട് ഈ സിനിമ ഞങ്ങൾ കുറച്ച് പേരുടെ ആത്മാർത്ഥമായിട്ടുള്ളൊരു എഫേർട്ടാണ്. ഞങ്ങൾ കുഞ്ഞിരാമായണത്തിന് ശേഷം ഞങ്ങൾ കുറച്ച് അതേ ടീം തന്നെയുള്ള അതേ ടെക്നീഷ്യൻസും പലരും അതേ ടെക്നീഷ്യൻസ് തന്നെയാണ്. 1-2 സിനിമകൾ മാത്രം എക്സ്പീരിയൻസ് ഉള്ള കുറച്ച് ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു കഴിവിൻ്റെ പരമാവധി എഫേർട്ട് ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട്. 1.5 വർഷത്തോളം ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടാണ് സിനിമ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഏതൊരു സംരംഭമാണെങ്കിലും എന്തൊരു ഉദ്യമമാണെങ്കിലും നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ അത് വിജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഏത് സിറ്റുവേഷനിൽ എപ്പോൾ ഇത് ഇറങ്ങിയാലും എങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഇത് ഇറങ്ങിയാലും ഞങ്ങൾ ഈ സിനിമ കണ്ടപ്പോൾ പ്രിവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു എഫേർട്ട്, സിനിമ നല്ലതാണോ മോശമാണോ എന്ന് ഞാൻ ഒരിക്കലും ജഡ്ജ് ചെയ്യുന്നില്ല. സിനിമ അത് തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണ്. ഞങ്ങളിട്ട എഫേർട്ട് സിനിമയിൽ കാണാനുണ്ട്. ആരും ഇതിനൊരിക്കലും ഒരു ലേസി ആയിട്ട് ചെയ്ത ഒരു സിനിമയാണെന്ന് ആരും കണ്ടു കഴിഞ്ഞാൽ പറയില്ല. ഈ സിനിമ കുറച്ച് പേർ കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു സിനിമയാണെന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോൾ ആ ഒരു എഫേർട്ട് ഞങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിൽ ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ്. അപ്പോൾ അത് ഇനി തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണ്. അത് അത്രയും ആത്മാർത്ഥതയോടെ ഞങ്ങൾ ചെയ്തതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ സ്വീകരിക്കും. അത് ഏത് സിറ്റുവേഷനിലാണെങ്കിലും ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ്. എല്ലാ തരത്തിലുള്ള ഓഡിയൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. ഹ്യൂമറിലൂടെ കഥ പറയുന്ന, ഇമോഷൻസിൻ്റെ കഥ പറയുന്ന, ഒരു ഗുസ്തി ബേസ് ചെയ്ത് പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് ഗോദ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ മെയ് 19 തിയേറ്ററിൽ ഞങ്ങൾക്ക് വേണ്ടി ഈ സിനിമ കാണണം, കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. വലിയ സിനിമകളുടെ കൂടെ ഞങ്ങളുടെ ഈ കൊച്ചു സിനിമയും കൂടെ കാണണം. താങ്ക് യു.